നോക്ക്, ആ നിഷാദ് ഇപ്പൊ ഇങ്ങെത്തും. അവരിവിടുന്ന് പോയിട്ട് ഐദ്രോസ് ഈ വിവരം അറിയാൻ പാടുള്ളൂ. അവര് പോയതിന്റെ പിന്നാലെ ഒരു വണ്ടി എടുത്ത് നമുക്ക് അങ്ങ് പോകാം. ആചാര്യ ഇപ്പൊ ഇങ്ങെത്തും. ആ എന്നാ വേഗം നോക്ക്. എന്നോട് വേഗം ഒരുങ്ങാൻ പറഞ്ഞു. ഉമ്മ, ബാപ്പ മരിച്ചിട്ട് അധികം ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അതൊന്നും വിചാരിച്ച് ഈ വിഷമിക്കണ്ട. മൂപ്പർക്ക് ഇപ്പം നടന്നു കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. ഇതൊന്നും കാണാനുള്ള ഭാഗ്യം കണ്ടുപോയല്ലോ. താത്ത, ഞാൻ പോവാണ്. എനിക്ക് സങ്കടമുണ്ടോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയും കാലം ഇനി ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനി നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണം. എന്റെ സൂക്കടൊക്കെ മാറിയില്ലേ, ഞാൻ ഇനി ഉമ്മാനെ നോക്കിക്കോളാം. മുത്തുമോളെ ഞാൻ നോക്കിക്കോളാം. അത് ശരിയാണ് ഉമ്മച്ചി. നിഷാദ് കാക്കയ്ക്ക് നമ്മൾ ബുദ്ധിമുട്ട് കൊടുക്കാൻ പാടില്ല. ഞാനിവിടെ നിന്നോളാം. അത് സാരല്ല, നിഷാദിന് ഈ ഒരു ബുദ്ധിമുട്ടാവില്ല. തുണിയൊക്കെ ഇതിൽ മടക്കി വെച്ചിട്ടുണ്ട്. മോളെ, ഇനി എന്താണ് ചെയ്യുക? പഠിച്ചോനെ, എന്റെ കുട്ടീനെ നീ കണ്ണീര് കുടിപ്പിക്കല്ലേ. എടാ, നിങ്ങളെന്താ ചെയ്യേണ്ടെന്നറിയോ? ഓള് പുറത്തിറങ്ങിയ ഓളെ പിടിച്ച് വണ്ടി കിടണം. ബാക്കി കാര്യം ഞാനേറ്റൊന്ന്. ഐദ്രോസ് എങ്ങനെയോ മണത്തറിഞ്ഞ് വന്നിക്കണ്. ഓൻ എന്തെങ്കിലും കിബറ് കാട്ടിയ പിന്നെ ഒന്നും നോക്കണ്ട, പിടിച്ച് പെരുമാറിക്കോളി. ആചാര്യ, നിങ്ങളൊന്ന് മൂളിയാ മതി, ബാക്കി ഞങ്ങളേറ്റു. പഠിച്ചോനെ, അപ്പോ ഓനെന്താ ഈ നേരത്ത്? ഇപ്പൊ നിഷാദും വരുമല്ലോ. ഈ റെജീന ടീച്ചർ വീടേതാ? ആ കാണാണ്. അല്ല, നിങ്ങളാരാ? ഞാൻ റെജീനയുടെ ഭർത്താവ്. ഇനി ഞമ്മക്ക് പണിയില്ല. ഓളെ കെട്ടിയവനാ വന്നിരിക്കുന്നത്. ഇനി അവര് തമ്മിലായിക്കോളും. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായി? ഇല്ല. വരൂ, റജീനയെ കാണാം. ഇല്ല, ഞാനില്ല. അവൾക്കിനി വെറുപ്പായിരിക്കും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വരൂ ആചാര്യ, നിങ്ങളും വരൂ. ഈ മനുഷ്യനെ ഓർമ്മയില്ലേ? നിങ്ങൾ തമ്മിൽ കുറച്ചു കാലമേ ജീവിച്ചിരുന്നെങ്കിലും അത് മറക്കാൻ പറ്റുമോ? ഇപ്പോഴും നിന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് അബു. ഈ ചെയ്ത ഒട്ടും ശരിയായില്ല നിഷാദേ. അന്നെ സ്നേഹിച്ച് ഈ വരുന്നതും നോക്കി ഒരുങ്ങി കാത്തിരുന്ന ഓളെ വഞ്ചിക്കായി ചെയ്തത്. ഒറ്റ രാത്രി കൊണ്ട് ഭാര്യനെ പഴച്ചോളന്ന് മുദ്ര കുത്തി നടു റോട്ടിക്ക് ഇറക്കി വിട്ടോനാവാൻ. ഇപ്പോഴും ഓളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ 6-7 കൊല്ലക്കാലത്തിനിടക്ക് ഈ കുട്ടീനെയും തള്ളേനെയും കാണാൻ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടോ അവൻ? അത് ചെയ്യാത്ത ഇവന് വേണ്ടി ഈ വാദിക്കാൻ വരണ്ട. ആചാര്യ, അന്യന്റെ ഭാര്യയെ നോക്കുന്നത് പോലും പാപമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? റജീന എന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയത് അവളുടെ ഭർത്താവിനെ പറ്റിയാണ്. അവളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവളുടെ ഭർത്താവിനെ കണ്ട് നിരപരാധിത്വം പറയണം. ഇയാളത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവളെ സ്വീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അബുവിനെ കാണാൻ നാട്ടിലേക്ക് പോയത്. ഇവിടെ എവിടെയോ അബു എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കുന്നുണ്ട്.
അയാളൊന്ന് കാണാൻ പറ്റുമോ? ഏതാ പോവാ? മരിച്ച സൈനത്താന്റെ മകനാ? അതെനിക്കറിയില്ല. അബുവിന്റെ ഭാര്യയുടെ പേര് റജീന എന്ന്. അവരിപ്പോ പിണക്കത്തില്ല. ആ, സൈനാത്താന്റെ അബു. ഓന്റെ ദോസ്ത. ഓനിപ്പോ ജയിലില്ല. ജയിലിലോ? അതെ. അബു ജയിലിലാവാൻ എന്താ കാരണം? അത് വലിയൊരു കഥയാണ്. അബു, ഞാൻ കേട്ടത് ശരിയാണോ? ഇജ്ജ് രജനാനെ ഒഴിവാക്കിയോ? നിനക്ക് തെറ്റ് പറ്റിപ്പോയടാ. രജന ഒരു പാവമായിരുന്നു, പവിത്രതയുള്ളവളായിരുന്നു. നിന്റെ ഉമ്മയാണ് തെറ്റുകാരി. നിന്റെ ഉമ്മയെ തിരക്കി പലരും അവിടെ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം രജന അത് കണ്ടു. നിന്റെ ഉമ്മ അവളെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് അവൾ നിന്നോട് ദൂരേക്കൊന്നും ജോലിക്ക് പോവരുതെന്ന് പറഞ്ഞത്. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. നിനക്കെങ്കിലും എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു? എങ്ങനെയാടാ സ്വന്തം ഉമ്മ തെറ്റ് ചെയ്യുന്നൊരു മകനോട് പറയാ?